ബഹുമാനിയായ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ജാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം നിയമം മണ്ഡലത്തിലെ പര്യടനം ഇവിടുന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ ഉമ്മൻചാണ്ടി സാറിന്റെ കാലം മുതൽ നമ്മുടെ പ്രചരണ പരിപാടി ആരംഭിക്കുന്നത് സെന്റ് ജോണിലെ അനുസരിച്ചാണ്. ഇവിടെ നിന്ന് ആരംഭിക്കുന്ന പരിപാടി ഏതാനും നിമിഷങ്ങൾക്കാവും നമ്മുടെ AICC ജനറൽ സെക്രട്ടറിയായ ശ്രീ സച്ചിൻ പൈലറ്റ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. അതുവരെ സംസാരിക്കുന്നതിനായി നമ്മുടെ കോൺഗ്രസിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് ശ്രീ KG ഗിരീശനെ ക്ഷണിച്ചു കൊള്ളണം. നാടിന്റെ ജനപ്രതിനിധിയായിരുന്ന നമ്മുടെ പ്രിയങ്കരനായ നേതാവ് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ പ്രിയപുത്രൻ ഈ നാടിനെ നയിക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന നിർദ്ദേശങ്ങൾ എന്താണ്? എന്തുകൊണ്ടാണ് ഇടതുപക്ഷം ഇവിടെ ഭരണത്തിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് പറയുന്നതിന്റെ ആവശ്യകത എന്താണ്? ആസൂത്രണം ചെയ്യാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, പൊതുജനാരോഗ്യ മേഖലയെ ഇത്രമാത്രം ബുദ്ധിമുട്ടേറിയ സാഹചര്യം ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങള് നമുക്കറിയാം. നമ്മുടെ സർക്കാർ ആശുപത്രികള് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള സംഭവവികാസങ്ങള് എത്രമാത്രമാണ് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന സമീപനങ്ങള് സ്വീകരിക്കുന്നു. നമ്മളോർക്കണം, ഒരു വീടിലെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങള് ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയുമാണ്. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത സർക്കാർ വിദ്യാഭ്യാസ മേഖല മുഴുവൻ അമ്മയുടെ മേഖലയിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും തള്ളിക്കളഞ്ഞുകൊണ്ട് നീങ്ങുന്ന ഒരു സർക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെയൊക്കെ സാമ്പത്തിക സ്ഥിതി അമ്മയെ പരാജയപ്പെട്ട സാഹചര്യങ്ങൾ എന്താണ്? ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് വിജയിക്കുവാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് 75% സീറ്റും സംസ്ഥാനത്ത് നേടിക്കൊടുക്കുവാനുണ്ടായ സാഹചര്യം എന്താണ്? ഈ സർക്കാരിന്റെ തെറ്റായ സമീപനവും നയങ്ങളുമാണ്. നികുതികൾ കൊണ്ട് ബുദ്ധിമുട്ടിച്ച സർക്കാർ മുഴുവൻ മേഖലകളിലെ നികുതികള് അങ്ങനെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചു. മദ്യമേഖല എന്ന് പറയുന്നത് സർക്കാരിന്റെ വരുമാന മാർഗമായി മാറി. ലോട്ടറി കച്ചവടമാണ് സർക്കാരിന്റെ വരുമാന മാർഗം. പെട്രോളും ഡീസലും എല്ലാം അമിത വിലയെന്ന് പറഞ്ഞ് സമരം ചെയ്ത ഇടതുപക്ഷം അവർ അധികാരത്തിൽ കയറിയതിനു ശേഷം യാതൊരുവിധ നടപടിയുമില്ല. നമ്മൾ പറയുന്നത് ഈ സംസ്ഥാനത്ത് നമ്മുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനുള്ള യാതൊരുവിധ പദ്ധതികളും ചെയ്തില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ തൊഴിലവസരങ്ങൾ മുഴുവൻ അവര് അടച്ചെടുത്ത് കൊണ്ടുപോയിരിക്കാനും തൊഴിൽ മേഖലകളെ അട്ടിമറിച്ച സാഹചര്യങ്ങള് പബ്ലിക് സർവീസ് കമ്മീഷന്റെ തൊഴിലവസരങ്ങൾ മുഴുവൻ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങള് അവര് പിൻവാതിൽ നിയമനം നടത്തി. നമ്മുടെയൊക്കെ മക്കള് ആ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റുകളിൽ വന്നപ്പോൾ അത് ഇന്ന് ജോലി കിട്ടും നാളെ ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നോക്കിയിരുന്നപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് 5ഓളം റാങ്ക് ലിസ്റ്റുകളാണ് ക്യാൻസലാക്കിയത്. വിദ്യാഭ്യാസത്തിന്റെ മേഖലകളെല്ലാം അത്രമാത്രം സാഹചര്യങ്ങളാണ്. ഇതുപോലെ പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിന് ചുട്ട മറുപടി കൊടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ചാണ്ടി ഉമ്മൻ അവர்கள், ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യരായ കോൺഗ്രസ് നേതാക്കന്മാര്, നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തക സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികൾ, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ ഇവിടെ വിശദീകരിച്ചു. എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് പറയുവാനുള്ളത്, സുഹൃത്തുക്കളെ, കഴിഞ്ഞ 10 വർഷമായി ഈ നാട്ടിലെ ജനങ്ങളെ ആകെ നാശത്തിലേക്ക് നയിച്ച് അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും കൂത്തരങ്ങായി മാറിയ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ജനങ്ങൾ വിധി എഴുതുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായുള്ള വികാരം എന്താണെന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ സ്ഥാനാർത്ഥി പോസ്റ്ററുകൾ വേണ്ട, ബാനറുകൾ വേണ്ട. കാരണം ഈ ഗവൺമെന്റിനെതിരെ അത്ര ശക്തമായ ജനവികാരം ഉണ്ടായി എന്നുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം
അത്ര കെടുകാര്യസ്ഥിതിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, എല്ലാ വർഷവും പഞ്ചായത്തിന് മാർച്ച് മാസത്തില് ലാസ്റ്റുകൾ കൊടുക്കാറുണ്ട്. നമ്മുടെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കഴിഞ്ഞ 6 മാസമായി ഒരു നയ പൈസ പോലും പഞ്ചായത്തുകൾക്ക് വിതരണം നടത്തിയിട്ടില്ല. അതോടൊപ്പം കഴിഞ്ഞ 2 വർഷത്തിലധികമായി വീണ്ടും പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കുടിവെള്ള പദ്ധതി, അതിനുവേണ്ട പദ്ധതികളെല്ലാം പൂർത്തിയാക്കി ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം പദ്ധതികളെല്ലാം പൂർത്തിയാക്കി സമർപ്പിച്ച് അംഗീകാരം തന്ന് നാട്ടിലെ ജനങ്ങളുടെ കൈവയിൽ നിന്ന് അവരുടെ ഗുണഭോക്തൃ വിഹിതവും വാങ്ങി ടാങ്കിനുള്ള സ്ഥലവും കുളം കുടിക്കാനുള്ള സ്ഥലവും കുളം കുടിക്കലും അതുപോലെ ടാങ്ക് നിർമ്മാണമൊക്കെ പാതി വഴിയാക്കി 1 രൂപ പോലും ആകെ 2.5 കോടി രൂപയോളം വർക്ക് നടത്തിയപ്പോ വെറും 14 ലക്ഷം രൂപ മാത്രമാണ് ഈ ഗവൺമെന്റ് സർക്കാർ ഈ കോൺട്രാക്ടർമാർക്ക് നൽകിയിട്ടുള്ളത്. എന്നിട്ട് വീട് വിടാതെ കയറിയിറങ്ങി ഇവിടുത്തെ സഹായകന്മാർ പറയുകയാണ് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയാകുന്നു. സുഹൃത്തുക്കളെ, 10 പൈസ പഞ്ചായത്തിന് കൈമാറാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഈ പഞ്ചായത്തുകളുടെ കത്തിച്ചിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ കത്തിച്ചതിന്റെ പണം കൊടുക്കാൻ പഞ്ചായത്തുകൾക്ക് ഫണ്ടില്ല. ഗവൺമെന്റ് 3-ാം ഗഡു അനുവദിച്ചെങ്കിൽ മാത്രമേ ആ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കുവാനുള്ള ഫണ്ട് അനുവദിക്കാൻ കഴിയുമായിരുന്നു. നാളെ ഇതുവരെയായി നമുക്ക് അതിനൊന്നും 10 പൈസ അനുവദിച്ചത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നു. നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ തന്നെ പറയുവാനുണ്ട്. നമ്മുടെ ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോയ്സി ഫിലിപ്പ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ VM ശ്രീയ, നമുക്കൊക്കെ ഏറെ അഭിമാനം പകരുന്ന നമ്മുടെ പ്രിയങ്കരനും ബഹുമാന്യനുമായ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ചാണ്ടി MLA, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ KB ഗിരീശൻ, നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിയോജകമണ്ഡലം കൺവീനർ ശ്രീ കുഞ്ഞി പുതുശ്ശേരി, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീ സാബു മുഖഭോമൽ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഉഷാകുമാരി, പ്രിയപ്പെട്ട ശ്രീ അനിയൻ മാത്യു, ശ്രീ സിജു കേസക്, നമ്മുടെ പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ JG പാലക്കലോടി, പ്രസിഡന്റായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദിലീപ്, ശ്രീ മോൻസൺ കിഴക്കേടം അടക്കം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ബഹുമാന്യരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, സുഹൃത്തുക്കളെ,